ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വായനാ വിസ്മയത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുഞ്ഞിപ്രാവിൻ്റെയും അമ്മപ്രാവിൻ്റെയും കഥയാണ്. അമ്പലമുറ്റത്തെ അമ്മച്ചിപ്ലാവിൻ്റെ പൊത്തിൽ ഒരു അമ്മപ്രാവും കുഞ്ഞിപ്രാവും താമസിച്ചിരുന്നു. എത്ര തിന്നാലും വിശപ്പ് തീരാത്ത ഒരാർത്തിക്കാരനായിരുന്നു കുഞ്ഞിപ്രാവ്. അമ്മയ്ക്ക് പോലും ഒരു തരി കൊടുക്കാതെ കിട്ടുന്നതൊക്കെ അവൻ വെട്ടി വിഴുങ്ങും. കുഞ്ഞിപ്രാവിൻ്റെ ആർത്തിയും വെപ്രാളവും കാണുമ്പോൾ അമ്മപ്രാവ് പറയും, ഉണ്ണി, ഏതു കാര്യത്തിനും ഒരടക്കവും ഒതുക്കവും വേണം. അധികം കൊതി ആപത്താണ്. പക്ഷേ അമ്മപ്രാവിൻ്റെ ഉപദേശമൊന്നും അവൻ ചെവിക്കൊള്ളാറുണ്ടായിരുന്നില്ല. ഒരിക്കൽ അമ്മപ്രാവും കുഞ്ഞിപ്രാവും കൂടി ആയില്യം പാടത്ത് നെന്മണി കൊത്താൻ പോയി. അപ്പോൾ ഒരു കുടിലിൻ്റെ മുറ്റത്ത് കുറെ നെല്ല് ഉണക്കാനിട്ടിരിക്കുന്നത് കണ്ടു. കുഞ്ഞിപ്രാവിന് വല്ലാത്ത കൊതി തോന്നി. അവൻ പറഞ്ഞു, അമ്മേ, അതാ അങ്ങോട്ട് നോക്ക്, ഒരു പായ നിറയെ നെല്ല് ഉണക്കാനിട്ടിരിക്കുന്നത് കണ്ടില്ലേ? അങ്ങോട്ട് ചെന്നാൽ വയറു നിറയെ കൊത്തി തിന്നാം. അയ്യോ ഉണ്ണി, അത് അവിടുത്തെ കൃഷിക്കാരൻ പാടുപെട്ടുണ്ടാക്കിയ നെല്ലാണ്. നമ്മളത് കൊത്തി തിന്നാൽ അവരുടെ കുഞ്ഞിമക്കൾ പട്ടിണിയാവും. നമുക്ക് നിലത്ത് വീണ് കിടക്കുന്ന നെന്മണികൾ കിട്ടുമല്ലോ, അത് മതി. അമ്മപ്രാവ് സൗമ്യഭാവത്തിൽ അവനെ പിന്തിരിപ്പിക്കാൻ നോക്കി. അമ്മപ്രാവിന്റെ വാക്കുകൾ കേൾക്കാതെ കുഞ്ഞിപ്രാവ് ആ കുടിലിന്റെ മുറ്റത്തേക്ക് പറന്നു ചെന്നു. നെന്മണികൾ കൊത്തിത്തിന്നുക മാത്രമല്ല, അതെല്ലാം കാലുകൊണ്ട് ചിക്കിയും മാന്തിയും ദൂരേക്ക് തെറിപ്പിച്ച് നിലത്ത് കളഞ്ഞു. ഇതിനിടയിൽ അവന്റെ നേർക്ക് ഒരു കയറ് വന്നു വീണു. അവൻ കെണിയിലകപ്പെട്ടു. അവന് അമ്മയെ എന്ന് ഉറക്കെ വിളിക്കാൻ പോലും ആകാത്ത വിധം അവൻ കുടുങ്ങി. കുഞ്ഞിപ്രാവ് ചിറക് വിടർത്തി പറക്കാൻ നോക്കി. പക്ഷേ ദേഹം മുഴുവൻ വല്ലാത്ത വേദന. അവൻ അമ്മയെ വിളിച്ച് കരയാൻ പോലും ആവാതെ അവൻ നെല്ലിനകത്ത് കിടന്നുരുണ്ടു. അമ്മയുടെ വാക്ക് കേൾക്കാത്തത് കൊണ്ടാണ് താൻ ആപത്തിൽ കുടുങ്ങിയതെന്ന് അവന് മനസ്സിലായി. പക്ഷേ ഇനി ചിന്തിച്ചിട്ട് എന്തു ഫലം? കൂട്ടുകാരെ, കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഉടൻ അടുത്ത വീഡിയോയുമായി കാണാം. സ്റ്റേ ട്യൂൺ.